നമസ്കാരം, എല്ലാവർക്കും അപർണ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് 6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആണ് നോക്കുന്നത്. അതിന്റെ നമ്മൾ ബാക്കി ഭാഗം ഇന്നുള്ള ഒരു കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പാർട്ട്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പാർട്ട്. നമ്മള് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതില് അതായത് ഇതിനെ മലയാളത്തിൽ പറയാം ഭാഗവും ഗുണനവും. മനസ്സിലാവുണ്ടോ? ഭാഗവും ഗുണനവും. ഇനി നോക്കാം. ഇപ്പം 8 മീറ്റർ ലോങ് സ്ട്രിങ് 8 meter long string is cut into 2 equal parts. How long is each piece? എന്താ അർത്ഥം? അതായത് 8 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2 ഭാഗങ്ങളാക്കി മുറിച്ചു. എങ്ങനത്തെ ഭാഗങ്ങൾ? ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ട്. അപ്പൊ ഓരോ ഭാഗത്തിനും ആ മുറിച്ച 2 കഷ്ണങ്ങൾക്കും സെയിം ലെങ്ത് ആയിരിക്കുമല്ലോ. എത്രയാണ് ലെങ്ത് എന്നാണ് ചോദ്യം. 8 meter long string is cut into 2 equal parts. How long is each piece? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? 8 മീറ്ററിന്റെ 2/1 ഭാഗമല്ലേ? 2ആക്കിയല്ലേ മുറിക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് ഓഫ് 8 എന്ന് എഴുതാം അല്ലെ? അതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 8ന്റെ പകുതി. മലയാളത്തിൽ പറയുമ്പോൾ ഇത് തിരിച്ചു പറയും 8ന്റെ പകുതി. ഇംഗ്ലീഷ് പറയുമ്പോൾ ഹാഫ് ഓഫ് 8. ഹാഫ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8ന്റെ പകുതി എത്രയാ നമുക്കറിയാം. എത്രയാ? 4. അപ്പൊ 4 മീറ്റർ ഉത്തരം. ഓക്കെ. അപ്പൊ 8 മീറ്റർ നീളമുള്ള കമ്പിയെ നമ്മൾ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുമ്പോൾ അതായത് ഹാഫ് ഓഫ് 1/2 ഓഫ് 8 അല്ലേ? അപ്പൊ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുമ്പോ എന്താ വരും? എങ്ങനെയാ നമ്മൾ എഴുതുക? പാർട്ട് ഓഫ് നമ്പർ ഈസ് ഓൾസോ റിട്ടൺ ആസ് മൾട്ടിപ്ലിക്കേഷൻ. കേട്ടോ, അതാണ് ഇവിടെ പറയുന്നത്. പാർട്ട് ഓഫ് നമ്പർ ഈസ് ഓൾസോ റിട്ടൺ ആസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഹാഫ് ഓഫ് 8 നമ്മൾ ഇങ്ങനെയാ കാണാം. ഹാഫ് ഓഫ് 8 ഹാഫ് ഓഫ് 8 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1 into 8 8 8/2. 8/2 മീൻസ് എന്താണ്? 8നെ 2 കൊണ്ട് ഹരിക്കുക. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരിക? 4 ആണ് വരിക. ഓക്കെ. ഇപ്പൊ ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 8 മീറ്റർ നീളമുള്ള കമ്പിനെ 2ആക്കി ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ 8നെ 2 തുല്യ ഭാഗങ്ങളാക്കുക, 8നെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ് വരുന്നത് അല്ലെ? അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ പറഞ്ഞാല് ഹാഫ് ഓഫ് 8. ഓക്കെ. ഇനി നമ്മൾ വേറെ പറയാം. ഇപ്പൊ 2 മീറ്റർ നീളമുള്ള ഒരു കമ്പി, അതിന്റെ 1/3 ഭാഗം എത്രയാണ്? 1/3 പാർട്ട് എത്രയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മീറ്റർ നീളമുള്ള ഒരു കമ്പി എടുത്തിട്ട് അതിനെ 1/3 അങ്ങനെ അതായത് 3 ഭാഗങ്ങളാക്കാനാണ് അർത്ഥം. ഇപ്പൊ 1/3 പാർട്ട് എന്ന് പറഞ്ഞാൽ 1/3 പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/3 ഭാഗം. അപ്പൊ 2 മീറ്റർ നീളമുള്ള കമ്പീനെ ആദ്യം എന്ത് ചെയ്യണം? 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് മുറിക്കണം. അതിൽ ഒരു ഭാഗം. അപ്പൊ 1/3 പാർട്ട്. അപ്പൊ അത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ 2 മീറ്റർ നീളമുള്ള കമ്പിയുടെ 1/3 പാർട്ട് എത്രയാണ്? അതായത് 1/3 പാർട്ട് ഓഫ് അല്ലെങ്കിൽ 1/3 ഓഫ് 2 ആണ് ഇവിടെ കാണേണ്ടത്. 1/3 ഓഫ് 2 എന്ന് നമ്മൾ അതായത് 2ന്റെ 1/3 ഭാഗം. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ 2 മീറ്ററിന്റെ 1/3 ഭാഗം. 2നെ 3ആക്കി ഭാഗം. അപ്പൊ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ശരിക്കും എന്താണ് 1/3 ഓഫ് 2 എന്ന് എഴുതുമ്പോൾ 1/3 into 2 എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ 1 into 2 2/3. ഇതാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ തിരിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 2 ഒന്നുമില്ല, ഇങ്ങനെ എഴുതണം ഒന്നുമില്ല. ഇപ്പൊ 2 മീറ്ററിനെ 3ആക്കി ഭാഗിക്കാന്ന്, 2നെ 3ആക്കി ഭാഗിക്കാന്ന് 2 ഹരിക്കണം 3 ഇങ്ങനെ എഴുതിയാൽ മതി. 2/3. ഓക്കെ. ഇനി വാട്ട് ഇസ് ദ ക്വാർട്ടർ ഓഫ് 5 kg? വാട്ട് ഇസ് ദ ക്വാർട്ടർ ഓഫ്? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? 1/4 ഭാഗം. 4/1 ഭാഗത്തിനാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുക. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ക്വാർട്ടർ ഓഫ് 5 kg? എന്തോ ഒരു 5 kg എന്തെങ്കിലും സാധനം. അപ്പൊ ഷുഗർ 5 kg ഉണ്ട് വിചാരിച്ചോ. അതിന്റെ 1/4 ഭാഗം 5 kg ഷുഗർ ഒരു പാക്കറ്റിലാക്കി വെച്ചു എന്ന് വിചാരിച്ചോളൂ. അതിന്റെ 4/1 ഭാഗം എത്ര kg ആയിരിക്കും എങ്ങനെ നമ്മൾ കാണുക? അപ്പൊ നമ്മൾ എഴുതും 1/4 ഓഫ് 5.
അല്ലേ? 5നെ 4 ഭാഗിച്ചിട്ട് 5 കിലോഗ്രാമിനെ 4 ഭാഗിച്ചതിൽ ഒരു ഭാഗം എത്ര? അപ്പൊ 1/4 ഓഫ് 5. അപ്പൊ അതിന് എഴുതാം 1/4 ഇൻറ്റു 5 എന്നാണ്. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. അതപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് പാർട്ടിനെ, ഇതൊരു ഭാഗമാണല്ലോ, ഈ ഭാഗത്തിനെ നമ്മള് ഗുണനമായിട്ട് എഴുതാം. അപ്പൊ 1 ഇൻറ്റു 5 5/4. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ തലയും ചെറിയ ഉടലുമായിട്ട് ഇതിനെങ്ങനെ കാണരുത്, ഉടനെ ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതണം. 5 / 4 ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ 1/4 kg എന്ന് വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് കുറച്ച് കണക്കുകളുണ്ട്, അത് പറയാം. അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി. 5 കിലോനെ 4 ഭാഗിക്കുക, തുല്യമായിട്ട് ഭാഗിക്കണം കേട്ടോ. 4 ഭാഗിച്ച ഓരോ ഭാഗവും 5/4 എന്ന് എഴുതിയാൽ മതി. 5/4 വലിയ തല ചെറിയ ഉടൽ വരുമ്പോൾ ഉടനെ അതിനെന്ത് ചെയ്യുക, ഈ രൂപത്തിലേക്ക് മാറ്റാം. ഞാൻ വേറെ കണക്കുകളുണ്ട്, ധാരാളം കണക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം 2 പാർട്ടാണ് തന്നത്. 9 liters of milk is equally shared by 4 kids. How much does each get? അതായത് 9 liters of milk ഉണ്ട്, 9 ലിറ്റർ പാലുണ്ട്. അതിനെ ഈക്വലി ഷെയർഡ് ബൈ 4 കിഡ്സ് എന്നാണ്. അപ്പൊ 4 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഇത് മുറിച്ചു. അപ്പൊ അതായത് 9നെ 4 ഭാഗിച്ചു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 1/4 ഓഫ് 9. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 9. അപ്പൊ എത്ര വരും? 9/4 എന്ന് വരും അല്ലെ? 9/4 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മള് രൂപം മാറ്റി എന്ത് വരും? 2 1/4 എന്ന് വരും അല്ലെ? ശരിയല്ല? നോക്കൂ, 2 ഗുണിക്കണം 4 8, 8 1 9, 9/4. തിരിച്ചും മറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഇതിന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ മാറ്റാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 9 ലിറ്റർ പാലിനെ 4 ഭാഗിക്കുക, 9/4 ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഇതിനെ എന്ത് ചെയ്യും? ഇതിന്റെ ആൻസർ എന്താ വരിക? 2 2.25. അപ്പൊ ഓരോ കുട്ടിക്കും 2.25 ലിറ്റർ പാൽ കിട്ടും. മനസ്സിലായോ? ഇനി അതിൽ തന്നെ ഉണ്ട് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇഫ് ഇറ്റ് വേർ ഷെയർഡ് ബൈ 3? 4 കുട്ടികളാണെങ്കിൽ ഇങ്ങനെ, 3 കുട്ടികളാണെങ്കിലോ 1/3 അല്ല ആക്കേണ്ടത്, 1/3 ഓഫ് 9 ആ വരിക അല്ലെ? അതായത് 1/3 ഓഫ് 9, 1/3 ഇൻറ്റു 9, ദാറ്റ് ഈസ് 9/3. 9/3 എന്ന് പറഞ്ഞാൽ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ഒരു ഉത്തരം കിട്ടും, 3 ലിറ്റേഴ്സ്. മനസ്സിലാവുണ്ടോ? ഇനി നമ്മൾ വേറെ നോക്കാം. 6 kilograms of rice is packed into 4 identical bags. How much rice is in each bag? അതായത് 6 കിലോഗ്രാം അരിയുണ്ട്, അത് 4 ഐഡന്റിക്കൽ ബാഗ്സിലേക്ക് മാറ്റണം, പാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. 4 ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരേപോലത്തെ. അതായത് ഓരോ ബാഗിലും ഒരു കറക്റ്റ് എമൗണ്ട് ആണ് കൊള്ളുക. ഇതിങ്ങനെ തലതിരിഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ല. 6 കിലോഗ്രാമിനെ 4 ഭാഗിക്കുക എന്നാണ് അർത്ഥം. 6നെ തുല്യമായിട്ട് മുറിക്കുക, 4 കഷ്ണങ്ങളായിട്ട് വിഭജിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന 1/4 ഓഫ് 6, 1/4 പാർട്ട് ഓഫ് 6 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം. അപ്പൊ 6/4. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇത് രണ്ടും ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് ചെറുതാക്കി എഴുതാം. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ചെറുതാക്കി എഴുതാന്ന് പറയുമ്പോൾ ഇതിൽ രണ്ടിലും പൊതുവിൽ പോകുന്ന സംഖ്യ ഏതാ? 2 ആണ് അല്ലെ? 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം, ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 3/2 എന്ന് വരും അല്ലെ? 3/2 എന്ന് വരും. ഇനി ഇതിനും രൂപം മാറ്റി എന്താ വരിക? 1/2 അല്ലെ? അപ്പൊ ഒരു പാക്കറ്റില് 1.5 കിലോഗ്രാം ഷുഗർ ഉണ്ടാവും. ഇനി അടുത്തത്, വാട്ട് ഇഫ് ഇറ്റ് വേർ പാക്ഡ് ഇൻ ടു 2 ബാഗ്സ്? ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ബാഗിലാണെങ്കിൽ ഇങ്ങനെ, 2 ബാഗിലാണെങ്കിലോ? അപ്പൊ 1/2 ഓഫ് 6, ദാറ്റ് ഈസ് 6/2. കറക്റ്റ് ആയിട്ട് പോകും. 3 കിലോഗ്രാം. മനസ്സിലാവുമോ? ഇനി അടുത്ത ചോദ്യം, an 8 meter long string is cut into 3 equal parts. What is the length of each piece? അപ്പൊ 8 മീറ്ററിനെ 3 ഭാഗിക്കണം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 1/3 പാർട്ട് ഓഫ് 8
8ന്റെ 1/3 ഭാഗം. 8/3. ഇതിനെ നമ്മള് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് വരും? 2/3. എങ്ങനെ അത് കിട്ടുന്നേ? 8/3 അല്ലെ? 2 3 6 ബാക്കി 2. ഈ 2 ഇവിടെ എഴുതി, റിമൈൻഡർ ഇവിടെ എഴുതി. നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കാത്ത കേട്ടോ. ഇനി ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇത്. വാട്ട് ഇഫ് ഇറ്റ് വെർ കട്ട് ഇൻ ടു 6 ഈക്വൽ പാർട്സ്? അപ്പൊ 8 മീറ്റർ തന്നെ 6 ഈക്വൽ പാർട്ടാക്കി എന്ത് വരും എന്നെങ്ങനെ നമ്മൾ കാണാം? 1/6 ഓഫ് 8 അല്ലെ? അപ്പൊ എന്ത് വരും? 8/6 അല്ലെ? അപ്പൊ ഇനി ഇവിടെ നോക്കുന്നത് 2 ഈവൺ നമ്പേഴ്സ്. ഇതിനൊന്ന് ചെറുതാക്കാം. 2ലും 2 പോവില്ലേ? 8ൽ എത്ര 2 ഉണ്ട്? 4. 6ലോ 3 അല്ലെ? ഇനി ഇത് വലിയ തല ചെറിയോടല്ലോ, അതിനെ ഉടനെ ഈ രൂപത്തിലേക്ക് മാറ്റാം. അപ്പൊ എന്ത് വരും? 1/3. ശരിയല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 1 × 3 3 + 1 4 4/3. ഓക്കെ. ഇനി അടുത്തത് a rectangle of area 7 square centimeter. 7 square centimeter ഉള്ള ഏരിയ ഉള്ള ഒരു റെക്ടാംഗിൾ ഉണ്ട്. ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ റെക്ടാംഗിൾസ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഈച്ച്? ഈ ഏരിയയും റെക്ടാംഗിളും കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7നെ 3 ഈക്വൽ പാർട്സ് ആക്കാന്നാണ് അർത്ഥമുള്ളൂ. സിമ്പിൾ ആയിട്ട് അതാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്ത് പറയും? 1/3 ഓഫ് 7 ആണ് നമുക്കിവിടെ കാണേണ്ടത്. 1/3 പാർട്ട് ഓഫ് 7. അപ്പൊ എന്ത് വരും? 7/3. ഉടനെ ഇങ്ങനെ വരും ഉത്തരം. 2 3 6 6 1 7 7/3. മനസ്സിലായോ? ഇനി വാട്ട് ഇഫ് ഇറ്റ് വർ കട്ട് ഇൻ ടു 4? അപ്പൊ 3 ആയതുകൊണ്ട് 1/3 ഓഫ് 7. 4 ആണെങ്കിൽ 1/4 ഓഫ് 7. ദാറ്റ് ഈസ് 7/4. അപ്പൊ 1 4 4 ഇത് വരും. 1 4 4 3 7. ഹരിച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അതങ്ങനെ. ഇനി 5ാമത്തെ ചോദ്യം. 12 children are divided into 12 കുട്ടികൾ divided into 4 equal groups. 4 equal groups. How many children are there in each group? ഇപ്പൊ 12 കുട്ടികളെ 4 ഗ്രൂപ്പാക്കി മാറ്റി. ഒരേ എണ്ണം ഉള്ള 4 ഗ്രൂപ്പാക്കി മാറ്റി. അത് 1/4 ഓഫ് 12 ആണ് അല്ലെ? 12നെ 4 ആക്കി ഭാഗിച്ചു എന്നേ ഇതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ 12/4 എന്ന് എഴുതിയാൽ മതി. അപ്പൊ എത്ര വരും? 3. ഇപ്പൊ ഒരു ഗ്രൂപ്പില് 3 കുട്ടികൾ ഉണ്ടാവും. ഇനി അടുത്ത ചോദ്യം. വാട്ട് ഇഫ് they were divided into 3 groups? അപ്പൊ 12 കുട്ടികൾ തന്നെ 3 ഗ്രൂപ്പ് ആക്കുമ്പോഴോ എന്ന് പറയുമ്പോ 1/3 ഓഫ് 12 ആ വരിക അല്ലെ? ഇപ്പൊ 12നെ 3 കൊണ്ട് ഹരിക്കാം. എത്ര വരും? 4. അപ്പോ ഒരു ഗ്രൂപ്പില് 4 കുട്ടികൾ. ഇതൊക്കെ പിന്നെ എന്താണ്, മനക്കണക്കാണ്. എന്നാലും ഈ രീതിയിൽ. അപ്പൊ നമ്മൾ എന്താ ഇതിൽ പഠിച്ചത്? പാർട്ട്, അതായത് ഒരു ഭാഗത്തിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിലേക്ക് എഴുതാം. ഓക്കെ.